നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒന്നും അത് കിട്ടില്ല. വേറെ എന്തെങ്കിലും ചോദിക്കുക. എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ഞാൻ ഉദ്ദേശിക്കുന്നു. നെവിൻ ബ്രോ ബിഗ് ബോസിന് ഉള്ളിലുള്ള സമയത്ത് പുറത്തൊരു വലിയൊരു ചർച്ച ഉണ്ടായിട്ടുണ്ടായിരുന്നു. നെവിൻ ബ്രോയുടെ ജെൻഡർ സെക്ഷുവാലിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല, അതുപോലെ തന്നെ നെവിൻ ബ്രോ ഒരു ഗേ ആണ് എന്നുള്ള രീതിയിൽ പല കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നെവിൻ എന്താണ് പറയാനുള്ളത്? അതിനെ പറ്റിയിട്ട് എന്താ, എനിക്ക് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ തന്നെ രജിത് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാളുടെ സെക്ഷുവാലിറ്റി അല്ല ഗെയിം നോക്കേണ്ടത്, അയാൾക്ക് ഇഷ്ടമുള്ള ഒരാൾ ജീവിക്കട്ടെ എന്നുള്ള സംഭവം രജിത് സാറ് നെവിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അറിയാതെ പല ജനങ്ങളുണ്ട് നെവിനെ സപ്പോർട്ട് ചെയ്ത്. ഇപ്പൊ കണ്ട ഫാൻസിനെ പോലെ കുറെ കുട്ടികളുണ്ടാവും, ചിലപ്പോൾ അമ്മമാരുണ്ടാവും. അവരോട് നെവിൻ എന്താണ് പറയാനുള്ളത്? ഇപ്പം ഞാൻ പറയേണ്ട ആൻസർ നിങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇത് രണ്ടുമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ജെൻഡർ. പിന്നെ എൻ്റെ ജെൻഡർ അറിയാതെ സപ്പോർട്ട് ചെയ്ത ഇവർ ഈ ഇപ്പം കുട്ടികൾ, അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആൻസർ. ഇത് മെയിനായിട്ട് ഇതിനെ കണക്ട് ചെയ്തരാം. ഇതിനെ മെയിനായിട്ട് ഇങ്ങനെ സംസാരം ഉണ്ടാകാനായിട്ട് ഒറ്റ കാരണം നെവിനും അഭിഷേകും തമ്മിലുള്ള ഒരു വീഡിയോ ക്ലിപ്പ് ഭയങ്കര വൈറലായിട്ടുണ്ട്, റിസോർട്ടിൽ ഡാൻസ് കളിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സംസാരം ഉണ്ടായത്. അപ്പം അത് ഇനി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നെവിന് ഒരു നാണക്കേട് ഉണ്ടാവും, സെലിബ്രേറ്റ് അങ്ങനെ ചെയ്യാതിരിക്കും. എന്തുകൊണ്ട് നിങ്ങൾ ഈ ചോദ്യം ദിലീപ് ഏട്ടനെ എടുത്ത് ചോദിച്ചിട്ടില്ല? എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ? ലാലേട്ടനെ എടുത്ത് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. അതാണ് വ്യത്യാസം. എങ്ങനെയുണ്ടായിരുന്നു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള സെലിബ്രിറ്റി ലൈഫ്? എങ്ങനെയുണ്ട് സെലിബ്രിറ്റി ലൈഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്താ പറയുക, നമ്മളൊക്കെ ഇപ്പം മുടച്ചു നോക്കിയ കൂടുകളല്ലേ. എന്നെ കണ്ടിട്ട് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഒരു സെലിബ്രിറ്റിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഏറ്റവും കൂടുതൽ നെവിന് ഇഷ്ടം ഫുഡ് ഗിഫ്റ്റായിട്ട് കിട്ടുന്നതാണ്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് അങ്ങനെ എനിക്കെപ്പോഴും ഗിഫ്റ്റായിട്ട് ഉണ്ടാകാൻ താല്പര്യമില്ല. എനിക്ക് വേണ്ടത് വേഴ്സാച്ചെ, ലൂയി വിറ്റോൺ, ഗുച്ചി, പ്രാഡ അങ്ങനെയുള്ള എൻ്റെ സ്റ്റാൻഡേർഡിന് പറ്റുന്ന കുറച്ച് ഗിഫ്റ്റുകളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബിഗ് ബോസിൽ ഇറങ്ങിയിട്ട് അതിന് ശേഷം അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് ആരെല്ലാം വിളിച്ചായിരുന്നു. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ എടുക്കാൻ പറ്റിയില്ല. അനുവിനെ വിളിച്ചോ? ഇല്ല, വിളിച്ചില്ല. അല്ല, അനുമോൾക്ക് ഇന്നലെ ഒരു തിരുവനന്തപുരത്ത് ഒരു ഭയങ്കര സ്വീകരണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നെവിന് അതുപോലെ ഇവിടെ ഒരു സ്വീകരണം എല്ലാം ഉടനെ ഉണ്ടോ? എനിക്കോ? എന്തിന്? അനീഷ് ചേട്ടന് ഓഡിയൻസിന് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫാൻസ് ആണെങ്കിലും എല്ലാ അനുമോളൊക്കെ കൂടുതൽ അനീഷ് ചേട്ടനാണ്. അപ്പോൾ അനുമോളാണോ? അതെ, അത് നോക്കിയിട്ടില്ല. കഴിഞ്ഞ ദിവസം പോലും തൃശ്ശൂർ നടത്തിയൊരു പ്രോഗ്രാമിന് അനീഷേറിന് കിട്ടിയ എത്ര സപ്പോർട്ട് അനുമോൾക്ക് കിട്ടേണ്ടത്. അതുപോലെ തന്നെ അനുമോൾക്കല്ലായിരുന്നു കപ്പ് കിട്ടേണ്ടത്, അനീഷേറിനാണ് കപ്പ് കിട്ടേണ്ടതെന്ന് പലരും പറയുന്നുണ്ട്. നെവിൻ എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? ഇപ്പം വേറൊരു വശത്ത് നോക്കുമ്പം എനിക്കാണ് കപ്പ് കിട്ടേണ്ടതെന്ന് പറയുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? അല്ലേ, അത് പറ. ആ അഭിപ്രായം. യെസ്. അതുപോലെ നെവിന് ഇവിടെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് രജിത് സാറും ബോക്സും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ നെവിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഓൺലൈൻ മീഡിയയിൽ. ഞാനിവിടെ വന്നിട്ടാണ് അറിയുന്നത്. ഫേസ്ബുക്കിലാണെങ്കിലും ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് രജിത് സാർ. അപ്പം എനിക്ക് ഡയറക്റ്റ് എനിക്ക് താങ്ക്സ് പറയാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പം നിങ്ങളിപ്പോൾ എന്തായാലും ഇവിടെ വന്നതുകൊണ്ട് രജിത് സാറിന് ഒരുപാട് താങ്ക് യു. ഞാൻ ബൈറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. റിയലി താങ്ക്സ് ടു രജിത് സാർ. അത് രജിത് സാറിന് മാത്രമല്ല, സുധീരേട്ടൻ, രജിത് സാർ, പിന്നെ ആസിഫ് അലിയൊക്കെ ഇത് കാണുമ്പോഴത്തേക്കെങ്കിലും എന്നെ വിളിക്കണേ പ്ലീസ്. ആസിഫ് അലി, പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാം കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട് അഭിഷേക് ജയദീപ്, എല്ലാവരും, പിന്നെ പൊതുവാൾ ഇവിടെ ഇങ്ങനെ ഇപ്പം എൻ്റെ ഫാൻ എല്ലാവരും ഇപ്പം അവരൊരു മെയിനായിട്ടുള്ളൊരു സപ്പോർട്ട് ആണെങ്കിൽ പോലും ബേസിക്കലി ജനങ്ങളാണ് എന്നെ ഏറ്റവും കൂടുതൽ. അവർ തന്നെയാണ് PR വർക്ക് ചെയ്തത് എനിക്ക് വേണ്ടിയിട്ട്. എനിക്ക് പല പേജുകളിലും ആരാണ് ഈ PR വർക്ക് ചെയ്യുന്നത് അന്നൊന്ന് എന്നെ പ്രൊമോട്ട് ചെയ്യുന്നതൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ വന്നത് ഇല്ല. PR ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഒറിജിനൽ അക്കൗണ്ട് ഞാൻ ക്ലോസ് ചെയ്തിട്ട് പോകത്തില്ല.